إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله وهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا يخلق ما يشاء وهو العليم القدير. വളരെ പ്രിയപ്പെട്ട ഒരു മഹാഭാഗ്യമായി ഇവിടെ ഒരുമിച്ച് ചേർന്ന സത്യവിശ്വാസി വിശ്വാസിനികളെ, നശ്വരമായ ഐഹിക ജീവിതത്തിൽ സ്രഷ്ടാവും തമ്പുരാനും അഖില ലോകപരിപാലകനുമായ അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് നല്ല വിശ്വാസികളായി മുവഹിദുകളായി ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും അവനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ദുനിയാവിന്റെ ജീവിതത്തിൽ ശരിയായ ജീവിതം ക്രമപ്പെടുത്തുവാനും ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ കാരുണ്യവാനായ നാഥൻ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ സൂറ റൂമിന്റെ 54-ാമത്തെ വചനമാണ് ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽ ഓതിവെച്ചത്. അല്ലാഹു ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഒരു ചിത്രീകരണമാണ് പ്രസ്തുത ആയത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചു. അല്ലാഹുല്ലദീ ഖലഖക്കും. അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. എങ്ങനെയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ആദ്യമായ അവസ്ഥ? മിൻ ലഅഫിൻ, ബലഹീനമായ അല്ലെങ്കിൽ ശക്തിയില്ലാത്ത ഒരവസ്ഥയിൽ. നമുക്കറിയാം, ലോകത്ത് ഏറ്റവും ബലഹീനനായി ജനിക്കുന്നത് മനുഷ്യനാണ്. മറ്റു ജീവജാലങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെതായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നുവെങ്കിൽ വിശക്കുമ്പോ തന്റെ ഉമ്മയുടെ മാറിടത്തിലേക്ക് പോലും എത്താൻ കഴിയാത്ത അത്രയും ദുർബലമായ ബലഹീനനായ
ഒരവസ്ഥയിലാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആദ്യ രംഗം അല്ലെങ്കിൽ ഈ ലോകത്തേക്ക് നമ്മൾ പിറന്നു വീഴുമ്പോൾ എന്നാണ്. അതാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹുല്ലദീ ഖലഖകും മിൻ ളഅഫിൻ, എന്നിട്ടോ സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ, പിന്നീട് പടിപടിയായി ആ ബലഹീനമായ ശക്തിയില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് മനുഷ്യ നിന്നെ ബലിഷ്ഠനായ ഒരവസ്ഥയിലേക്ക് ഞാൻ വളർത്തിക്കൊണ്ടുവന്നു. പിന്നീട് ആ ബലഹീനതയ്ക്ക് ശേഷം അവൻ ശക്തനായി മാറുന്ന ഒരവസ്ഥയാണ്. എന്നാൽ സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫ, പിന്നീട് ആ ബലമുള്ള അവസ്ഥയിൽ നിന്ന് അവനെ ലഅഫായ ബലഹീനമായ ഒരവസ്ഥയിലേക്ക് വീണ്ടും എത്തിക്കുന്നുണ്ട്. വശൈബ, അതേപോലെ തന്നെ നരബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു പറഞ്ഞത് യഖ്ലുഖു മാ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. വഹുവൽ അലീമുൽ ഖദീർ, അവൻ സർവജ്ഞനും അതേപോലെ തന്നെ സർവശക്തനുമാകുന്നു എന്ന്. ഒരു ചെറിയ കുഞ്ഞ് പിറന്നത് മുതൽ അവൻ ഏറ്റവും ശക്തനായ ഒരവസ്ഥയിലെത്തി. വീണ്ടും അവന്റെ ശക്തി ക്ഷയിച്ച് ഒരു ബലഹീനമായ അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരുന്നതിന്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ മാനവ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വെക്കുന്നത് എന്നതാണ്. എന്തിനാണ് അള്ളാഹു ഈ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്? ആ മനുഷ്യൻ ഏറ്റവും ബലഹീനനാണ് എന്നവനെ ബോധ്യപ്പെടുത്തി, നീ എത്ര ശക്തമായ അവസ്ഥയിലെത്തിയാലും ബലഹീനമായ ഒരവസ്ഥയിലേക്ക് നിനക്ക് വന്നെത്താനുണ്ട് എന്ന് മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് പരിശോധിക്കുമ്പോൾ അതിൽ മനുഷ്യർ തമ്മിൽ പാലിക്കേണ്ടുന്ന കുറെ നിയമങ്ങൾ ഇസ്ലാം മാനവ സമൂഹത്തിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരാൾ മറ്റൊരാൾക്ക് നൽകേണ്ട ബാധ്യതയും ഉത്തരവാദിത്തവും അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ മറ്റൊരാൾക്ക് നൽകേണ്ട അവകാശം. നമുക്കറിയാം, ഒക്ടോബർ 1 എന്ന് പറയുന്നത് ലോക വയോജന ദിനമായി ആചരിക്കുകയാണ്. ഇങ്ങനെ ദിനാചരണങ്ങൾ ധാരാളമുണ്ട്. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ ലോകത്ത് ഓരോ ദിനാചരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മാതാപിതാക്കളുടെ നൽകേണ്ടുന്ന അവകാശങ്ങൾ നൽകാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോ, അതേപോലെ തന്നെ തൊഴിലാളികളുടെ അവകാശം, അവർക്ക് ജോലി ചെയ്താൽ ഉടൻ അവർക്കതിന്റെ വേതനം നൽകണം, അതേപോലെ തന്നെ ഏതെങ്കിലും പ്രയാസകരമായ ജോലികളാണ് അവരെ ഏൽപ്പിക്കുന്നതെങ്കിൽ അവരെ സഹായിക്കണം തുടങ്ങിയ കാര്യങ്ങൾ അത് തൊഴിലാളിയുടെ അവകാശമായിക്കൊണ്ടാണ് അത് നമുക്ക് പരിശുദ്ധ ഇസ്ലാം ബോധ്യപ്പെടുത്തി തരുന്നത് എന്നതാണ്. കുട്ടികളുടെ അവകാശം, അതേപോലെ തന്നെ സ്ത്രീകളുടെ അവകാശം, മുതിർന്നവരുടെ അവകാശം അഥവാ വയോജനങ്ങളുടെ അവകാശം, ഇത് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോ ലോകത്ത് ഇതിനൊക്കെ ഓരോ ദിനാചരണങ്ങൾ ഉണ്ടായി എന്നതാണ്. മെയ് ദിനം എന്ന് പറയുന്നത് തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ആ തൊഴിലാളികൾക്ക് കിട്ടേണ്ടുന്ന അവകാശം, സമൂഹത്തിൽ നിന്ന് അനുവദിച്ചു കിട്ടേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി ലഭ്യമാകാതിരുന്നപ്പോ അത് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ എന്നതുപോലെ തന്നെയാണ് പ്രായമായ ആളുകൾക്ക് അവർക്ക് ലഭ്യമാകേണ്ടുന്ന അവകാശങ്ങൾ അവർക്ക് കിട്ടാത്ത അവസ്ഥയുണ്ടായപ്പോ, ആ വൃദ്ധന്മാരെ പരിഗണിക്കാത്ത, സ്നേഹിക്കാത്ത അവസ്ഥയുണ്ടായപ്പോ ലോകത്ത് വയോജന ദിനം തന്നെയുണ്ടായി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നതാണ്. എന്നാൽ പരിശുദ്ധ ഇസ്ലാം ലോകർക്ക് മാതൃകയായി എങ്ങനെ നമ്മുടെ ജീവിതം നയിക്കണമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഹുദൽ ലിന്നാസ്
വബയ്യിനാത്തിൻ മിനൽ ഹുദാ, മനുഷ്യന് മാർഗദർശനമായി ആ മാർഗദർശനത്തിലേക്കുള്ള വ്യക്തമായ തെളിവുകളായി ആ വിശുദ്ധ ഖുർആൻ അവതരിച്ച ആളുകൾ എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് പ്രത്യേകമായ ഓരോ വിഷയത്തിലും കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട് എന്നതാണ്. അല്ലെ, വൃദ്ധന്മാരെ നോക്കാൻ പ്രത്യേകമായ ദിനം ആവശ്യമില്ല, തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായ ദിനാചരണങ്ങൾ ആവശ്യമില്ല, മക്കളുമായി കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ പ്രത്യേകമായ ദിവസങ്ങൾ ആവശ്യമില്ല. അതേപോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് പറയാൻ പ്രത്യേകമായ ദിവസങ്ങൾ ആവശ്യമില്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. അതാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലാ നിങ്ങൾ അറിയണം, കുല്ലുക്കും റാഇൻ, നിങ്ങൾ എല്ലാവരും ഭരണകർത്താക്കളാണ്. അലാ നിങ്ങൾ അറിയണം, കുല്ലുക്കും റാഇൻ, നിങ്ങൾ എല്ലാവരും ഭരണകർത്താക്കളാണ്. മാത്രമല്ല വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് നൽകപ്പെട്ട ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച്, നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട ആളുകളുടെ വിഷയങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. ഫൽ അമീറുല്ലദീ അലന്നാസി റാഇൻ, ഒരു സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ, അത് മഹല്ലിന് നേതൃത്വം കൊടുക്കുന്നവരാകാം, അതല്ലെങ്കിൽ കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്നവരാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നവരാകാം. ഫൽ അമീറുല്ലദീ അലന്നാസി റാഇൻ വഹുവ മസ്ഊലുൻ അൻ റഇയതിഹി, അവന്റെ ഭരണീയരെ സംബന്ധിച്ച്, അവന്റെ ഉത്തരവാദിത്തത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു ചോദ്യം ചെയ്യലിന് വിധേയനായിക്കൊണ്ടാണ് പരലോകത്ത് അവന് ആ വിചാരണയെ നേരിടാൻ കഴിയുകയുള്ളൂ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. മാത്രമല്ല അർറജുലു റാഇൻ അലാ അഹ്ലി ബൈതിഹി, ഒരു പുരുഷൻ അവന്റെ വീട്ടിന്റെ ഭരണാധികാരിയാണ്. അതുകൊണ്ട് തന്നെ അവന്റെ കുടുംബത്തിലെ അവന്റെ മക്കളെ കുറിച്ച്, അതേപോലെ തന്നെ അവന്റെ ഇണകളെ സംബന്ധിച്ച്, അവന്റെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് അവന് കൃത്യമായി ചോദ്യം ചെയ്യാതെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല എന്നതാണ്. വൽ മർഅത്തു റജുലി റാഇയത്തുൻ അലാ ബൈതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു ഇണ എന്ന് പറഞ്ഞാൽ അവൾ തന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ സംബന്ധിച്ചും അതേപോലെ തന്നെ തങ്ങളുടെ മക്കളെ സംബന്ധിച്ചുമൊക്കെ അവളോട് കൃത്യമായും ഒരു ചോദ്യം ചെയ്യലില്ലാതെ പരലോകത്ത് അവൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നതാണ്. വൽ അബ്ദു, ഒരു ഭൃത്യൻ, ഒരു അടിമ, മസ്ഊലുൻ, അവൻ ചോദ്യം ചെയ്യപ്പെടുന്നവനാണ്, അലാ മാലി സയ്യിദിഹി, തന്റെ യജമാനന്റെ സ്വത്തിനെ സംബന്ധിച്ച്, വഹുവ മസ്ഊലുൻ അൻ, അതിനെ സംബന്ധിച്ച് അവനോട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. എന്നിട്ടോ ഇങ്ങനെ ഓരോ വിഭാഗത്തെയും കുറിച്ചുകൊണ്ട് പറഞ്ഞതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലാ നിങ്ങൾ അറിയണം, വകുല്ലുക്കും റാഇൻ, നിങ്ങൾ എല്ലാവരും ഭരണകർത്താക്കളാണ്, വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങളുടെ ഭരണീയരെ സംബന്ധിച്ച് നിങ്ങളോട് കൃത്യമായും ചോദ്യം ചെയ്യപ്പെടും എന്നാണ്. നിങ്ങൾ നമ്മൾ ഏത് തരക്കാരാണെങ്കിലും, നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെങ്കിലും അവിടെയൊക്കെ നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ആ ഉത്തരവാദിത്തങ്ങൾ ഏതാണോ ആ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു ചോദ്യം ചെയ്യൽ പാരത്രികമായ ലോകത്ത് നേരിടേണ്ടി വരുന്നവരാണ് ഒരു വിശ്വാസി എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ അവന് പ്രത്യേകമായി യാതൊന്നിലും ഒരു പ്രത്യേക ദിനാചരണം നടത്തേണ്ടതില്ല എന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത് പ്രവാചകനെ സ്നേഹിക്കാൻ പ്രത്യേകമായ ദിവസാവശ്യമില്ല. കാരണം പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ നിയമങ്ങൾ, ആ നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസത്തെ ജീവിതത്തിലും പാലിക്കപ്പെടുക എന്നതാണ് പ്രവാചകനോട് കാണിക്കുന്ന സ്നേഹം എന്ന് പറയുന്നത്. അതുപോലെയാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ. നമ്മൾ എവിടെ എത്തപ്പെടുന്നോ ആ എത്തപ്പെടുന്ന മേഖലയിൽ നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു വീട്ടിൽ ഉപ്പയാണെങ്കിൽ ഉപ്പയുടെ ഉത്തരവാദിത്തമുണ്ട്, അതേപോലെ തന്നെ ഉമ്മയാണെങ്കിൽ ഉമ്മയുടെ ഉത്തരവാദിത്തമുണ്ട്, ഒരു അധ്യാപകനാണെങ്കിൽ അധ്യാപകന്റെ ഉത്തരവാദിത്തമുണ്ട്, ഒരു ജോലിക്കാരനാണെങ്കിൽ ഒരു ജോലിക്കാരന്റെ ഉത്തരവാദിത്തമുണ്ട്, ഒരു മകനാണെങ്കിൽ മകന്റെ ഉത്തരവാദിത്തമുണ്ട്, പിതാവാണെങ്കിൽ പിതാവിന്റെ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട്
കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കണം എന്നതാണ്. അതുകൊണ്ട് വയോജന ദിനം എന്ന് പറയുമ്പോൾ ലോകത്ത് പ്രായമായ ആളുകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അതേപോലെ തന്നെ അവർക്ക് അനുഗുണമായ രൂപത്തിൽ സാമൂഹിക ക്രമങ്ങളെ കൂടി ക്രമപ്പെടുത്താൻ ബാധ്യതയുള്ളവരാണ് അവിടെയുള്ള ആളുകൾ എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ അല്ലെ. ഇന്ന് നമുക്കറിയാം പ്രായം കൂടിയ ആളുകളോടുള്ള മനോഭാവം തന്നെ മാറി വരുന്നു എന്നതാണ് വർത്തമാന സാഹചര്യം എന്ന് പറഞ്ഞാൽ. പണ്ട് കാലങ്ങളിൽ നമ്മുടെ നാടുകളിലൊക്കെ അവർ അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും അതേപോലെ തന്നെ വലിയ പ്രായമുള്ള ആളുകൾ ഉണ്ടാകുന്ന സദസ്സുകളിൽ നമ്മൾ പലപ്പോഴും മിണ്ടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നോ സാഹചര്യം മാറിയിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ അങ്ങാടിയിൽ പ്രായമായ 3-4 ആളുകൾ അവർക്ക് പ്രത്യേകമായി ഏതെങ്കിലും കടത്തിണ്ണയിൽ അവരിയ്ക്കുന്നുവെങ്കിൽ അവിടെയുള്ള ചെറുപ്പക്കാരായ ആളുകൾ ആ നാട്ടിലെ മനുഷ്യർ അവരെ ബഹുമാനിക്കുകയും അവരുണ്ടാകുന്ന സാഹചര്യത്തിൽ അവർക്ക് ബഹുമാനം കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ അവരിൽ വരികയാണെങ്കിൽ പോലും അത് അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് സമൂഹം എവിടെ എത്തി? നമ്മൾ ആലോചിക്കുക. എന്റെ ബോഡി എന്റെ ചോയ്സ് എന്നാണ് നമ്മുടെ യുവത പറയുന്നത്. ഇതെന്റെ ശരീരമാണ്, ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് എന്റെ ചോയ്സാ. ഇതിൽ ആരും ഇടപെടേണ്ടതില്ല. ഒരു കുടുംബത്തിലെ മകൻ ഉപ്പയോടും ഉമ്മയോടും പറയുന്നത് ഇതാണ് ഇന്ന് നമ്മുടെ സാമൂഹിക ക്രമം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നൽകേണ്ട ആദരവ് നൽകുന്നില്ല. കുടുംബങ്ങളിൽ പ്രായമായ ആളുകൾ അവർക്കൊരു ചാരു കസേര നൽകിക്കൊണ്ട് അവിടെ ഇരുത്താം. അവരെ പരിഗണിക്കുന്നില്ല. അവരുടെ വീടുകളിൽ അതുവരെയുള്ള അവരുടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്ന അവർ ശാരീരികമായി അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായി അധ്വാനിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോ അവരൊക്കെ തന്നെ പലപ്പോഴും വേസ്റ്റുകളായി നമ്മുടെ വീടുകളുടെ മൂലകളിൽ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് വൃദ്ധരായ വീട്ടിൽ 4 ചുമരുകൾക്കുള്ളിൽ തളക്കപ്പെട്ട പ്രതിസന്ധിയിലകപ്പെട്ട ആ വീടിന്റെ വെളിച്ചമായിരുന്ന മനുഷ്യരുടെ പ്രയാസങ്ങൾ, അവർക്ക് നൽകുന്ന പരിഗണനകൾ ഒരിക്കൽ പാലിയേറ്റീവിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീട്ടിൽ അവശമായി കിടക്കുന്ന അല്ലെങ്കിൽ പ്രായമായി കിടക്കുന്ന ഒരു സഹോദരൻ, ആ സഹോദരന് വേണ്ടി അവർക്ക് സർജിക്കൽ കോട്ട്, അതിങ്ങനെ ചാരിയിരിക്കാൻ പറ്റാവുന്ന ഒരു സർജിക്കൽ കോട്ട് വേണം എന്ന് പറഞ്ഞ് നമ്മളത് അന്വേഷിച്ചുകൊണ്ട് കൊണ്ടുപോയി കൊടുത്ത് 2 ദിവസം കഴിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ കൊടുത്തത് എത്ര സന്തോഷമുണ്ട് എന്നറിയാൻ വേണ്ടി നമ്മുടെ വളണ്ടിയർമാർ ചെന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇപ്പോ അവിടെ ഇങ്ങനെ തിരിക്കുമ്പോ ഇവിടെ ഇങ്ങനെ പൊന്താറുണ്ട്, അത് വലിയ സുഖം. പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ടു പോയത് എന്നും ഭക്ഷണം നൽകാൻ എന്റെ പ്രിയപ്പെട്ട മകൻ എന്നെ ചാരിയിരുന്നു കൊണ്ട് ഭക്ഷണം നൽകുന്ന ഒരു സുഖമുണ്ടായിരുന്നു. ആ സുഖമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് എന്നാണ്. നിങ്ങൾ വീട്ടിലുള്ള പ്രായമായ രോഗികളായ ആളുകൾ അവർക്ക് ലഭ്യമാകേണ്ട പരിഗണന അല്പസമയം അങ്ങനെയുള്ള പ്രായമായ ആളുകൾക്ക് നമ്മുടെ ചുമലിൽ ചാരിയിരിക്കൊണ്ട് ഭക്ഷണം നൽകുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം, ആ സന്തോഷത്തിന് തടസ്സമാണ് നിങ്ങൾ നൽകിയ സർജിക്കൽ കോട്ട് എന്ന് ആ സഹോദരൻ പറയുമ്പോൾ. ഇങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലെ ആളുകൾ എന്ന് പറയുന്നത്. നമ്മളൊക്കെ തന്നെ സൗകര്യങ്ങൾ നോക്കി പലപ്പോഴും അവർക്ക് നമ്മൾ നൽകേണ്ട സഹവാസം, അവരോട് സ്വീകരിക്കേണ്ട നിലപാടുകളിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക. നമ്മുടെ വീട്ടിൽ കിടക്കുന്ന ഒരു ഉമ്മ അല്ലെങ്കിൽ പ്രായമായ ഒരു ഉപ്പ രോഗിയാണെങ്കിൽ അദ്ദേഹത്തെ നിത്യവും സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുകയും പരിഗണിക്കുകയും ചെയ്യണം എന്നതാണ്. നമ്മുടെ വീട്ടിൽ കോലായിലിരിക്കുന്ന ഉപ്പയെ മെയിൻറ്റ് ചെയ്യാതെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് കയറിപ്പോകുന്ന മക്കളുണ്ടാകുമ്പോ ആ പ്രായമാകുമ്പോഴാ നമുക്ക് അത് തിരിച്ചറിയാം. പണ്ടാരോ പറഞ്ഞല്ലോ, എന്റെ അച്ഛൻ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോഴേക്ക് ഞാൻ പറഞ്ഞതൊന്നും ശരിയല്ല എന്ന് മനസ്സിലാക്കുന്ന മക്കൾ എനിക്ക് ജനിച്ചിരുന്നു എന്നതാണ്. ഓരോ സാഹചര്യത്തിലെത്തുമ്പോഴാണ്, അനുഭവങ്ങളിൽ നിന്ന് അവർ പഠിക്കുമ്പോൾ അല്ലേ. അപ്പോ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ മക്കൾ എന്ത് ചെയ്യുന്നു? അവരുടെ സൗകര്യാർത്ഥം പലപ്പോഴും വീടുകളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത് വർദ്ധിച്ചു വരുന്നു എന്നതാണ്. പ്രായമാകുന്ന ആളുകൾക്ക്
ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അവരുടെ മക്കളുടെ കെയർ അല്ലേ? പലപ്പോഴും അതാണ് പാലിയേറ്റീവ് കെയർ സംവിധാനം എന്ന് പറഞ്ഞത്. ഇടക്ക് ആ കാര്യം ഒന്ന് സൂചിപ്പിച്ചതാ. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രായമായി, പ്രയാസമായി, രോഗിയായി, ബുദ്ധിമുട്ടായി അവരെ നമ്മൾ നേരെ കൊണ്ടുപോയി തള്ളുന്നത് ഹോസ്പിറ്റലുകളിലാണ്. ഹോസ്പിറ്റലുകളിൽ അവർക്ക് വേണ്ടി സമ്പത്ത് നമ്മൾ ചെലവഴിക്കാറുണ്ട്. പക്ഷേ അവിടെ ഹോസ്പിറ്റലുകളെ ICUകളിൽ അവർ കിടക്കുമ്പോ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന, പ്രയാസം അനുഭവിക്കുന്ന പ്രായമായ പല രക്ഷിതാക്കളും പറയാറുണ്ട്, ഒരു ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ, അല്ലെങ്കിൽ ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ, എനിക്ക് പറയാൻ കഴിയാത്തൊരവസ്ഥയിൽ നിങ്ങൾ ഒരിക്കലും എന്നെ ICUയിലേക്കോ വെന്റിലേറ്ററിലേക്കോ തള്ളുന്ന അവസ്ഥയുണ്ടാവരുത് എന്ന് ഓർമ്മയുള്ള സമയത്ത് പറയുന്ന മാതാപിതാക്കളെ നമുക്കറിയാം, പ്രായമായ ആളുകളെ നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ വീടുകളിൽ അവർക്ക് സുഖകരമായി സന്തോഷത്തോടെ അവരെ മരിപ്പിക്കുക എന്ന ഒരു സൗകര്യമാണ് രക്ഷിതാക്കൾക്ക് അല്ലെങ്കിൽ പ്രായമായ ആളുകൾക്ക് അവരാഗ്രഹിക്കുന്നത്. അത് നൽകാൻ നമുക്ക് കഴിയണം എന്നതാണ് ഞാൻ സൂചിപ്പിച്ചത്. പ്രായമായ ആളുകൾക്ക് അവർക്ക് നൽകേണ്ട പരിഗണന നൽകാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് 1948 ഐക്യരാഷ്ട്രസഭയിലാണ് വയോവൃദ്ധരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യമായ ചർച്ചകൾ ഉണ്ടാകുന്നത്. എന്നാൽ അതിന്റെ ഒരു നിയമമായി അല്ലെങ്കിൽ ഒരു ദിനാചരണമായി അത് കടന്നു വരുന്നത് 1991 ഡിസംബർ 16-നാണ് അതിന്റെ സ്വതന്ത്ര പ്രഖ്യാപനം നടത്തിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത് 1991 ഡിസംബറിലാണ് ഐക്യരാഷ്ട്രസഭയിൽ അത് അല്ലെങ്കിൽ അതിന്റെ ഒരു നിയമം പ്രഖ്യാപിച്ചത് എങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു ആ ഒരു അവസ്ഥയെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് എന്നതാണ്. പ്രായമാകുന്ന അവസ്ഥയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രമാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്ന് നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാം എന്നാണ് പറയാനുള്ളത്. ഇവിടെ നമുക്കൊക്കെ വരുന്ന ഒരവസ്ഥയാണ് പ്രായമായ അവസ്ഥയിൽ. കഴിഞ്ഞ ദിവസം കേട്ടൊരു കവിതയിൽ ആ കവി പറയുന്ന ചില രംഗങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത്, നേരം വൈകി വരുമ്പോ എവിടെയായിരുന്നു എന്ന ചോദ്യം ഇല്ലാത്ത ഒരവസ്ഥ എനിക്ക് വന്നുപോയി. എപ്പോഴാ? എന്റെ ഉമ്മ അല്ലെങ്കിൽ അമ്മ മരിച്ച സമയത്താണ് എന്നാണ്. എത്ര പ്രായമായാലും, നമുക്ക് എത്ര പ്രായമായാലും നമ്മുടെ വീട്ടിൽ ഒരു വ്യതയാണ് അല്ലെ? പ്രസവത്തോടുകൂടി തീരുന്നില്ല ഒരു ഉമ്മയുടെ വേദന എന്നതാണ്. ആണോ? അല്ലല്ലോ. അവരുടെ വേദന തീർന്നു പോകുന്നില്ല. ഒരു ഉമ്മ പ്രസവിക്കുമ്പോൾ പ്രസവ വേദനയുണ്ട്. എന്നാൽ ആ ഉമ്മയുടെ മക്കളെ കുറിച്ചുള്ള വേദന അവസാനിക്കുന്നത് എപ്പോഴാ? ആ ഉമ്മ അല്ലെങ്കിൽ ആ ഉപ്പ അവർ ദുനിയാവിന്റെ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുന്ന സാഹചര്യത്തിലാണ് അല്ലേ? അതുകൊണ്ട് തന്നെ പ്രായമായ ആളുകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അതെന്താണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉറദ്ദ ഇല അർദിൽ ഉമർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അവശമായ പ്രായത്തിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ്സായിരിക്കണം. ആരോഗ്യത്തോടുകൂടിയുള്ള ആയുസ്സായിരിക്കണം. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്കുള്ള ഒരു പരീക്ഷണമായി ദുനിയാവിന്റെ ജീവിതത്തിൽ ഞങ്ങളെ ഇടരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും എന്നാണ്. അൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അംസ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വൈകുന്നേര സമയമാകുമ്പോൾ പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്താണ് പ്രാർത്ഥിക്കുന്നത്? അംസൈന, അല്ലാഹുവേ ഞങ്ങൾക്ക് വൈകുന്നേരമായി. വ അംസൽ മുൽക്കു ലില്ലാഹ്, ഇതിന്റെ ഈ വൈകുന്നേരത്തിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് അല്ലാഹുവേ നീയാണ്. വൽഹംദുലില്ലാഹ്, നിനക്കാണ് സർവസ്തുതിയും. വലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്. ലാ ശരീക ലഹു, നിനക്ക് ഒരു പങ്കുകാരുമില്ല. ഇത് പ്രാർത്ഥിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരി ഹാദിഹിൽ ലൈല, ഈ രാത്രിയിൽ
ഏറ്റവും അതിന്റെ നന്മയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഈ രാത്രി നന്മയാക്കുവാനും ഈ രാത്രിയിൽ ഉണ്ടാകുന്ന നന്മയെയും അത് ഉൾക്കൊള്ളുന്ന നന്മയെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഈ രാത്രിയുടെ തിന്മയെയും അതിൽ ഉൾക്കൊള്ളുന്ന തിന്മയെയും ഞാൻ നിന്നോട് തിന്മയിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. മാത്രമല്ല അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസ്ലി വൽ ഹറമി വസൂഇൽ കിബരി വഫിത്നതി ദുനിയ വഅദാബിൽ ഖബർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുക എന്താണ്? നിന്നോട് ഞാൻ ശരണം തേടുന്നുണ്ട്. മിനൽ കസ്ലി, കസ്ലിൽ നിന്ന് അല്ലെങ്കിൽ മടിയിൽ നിന്ന്, ഉദാസീനതയിൽ നിന്ന്, വൽ ഹറമി വാർദ്ധക്യത്തിന്റെ ക്ഷീണത്തിൽ നിന്ന്, വസൂഇൽ കിബരി അവശമായ പ്രായത്തിൽ നിന്ന്, വഫിത്നതി ദുനിയ ദുനിയാവിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന്, വഅദാബിൽ ഖബർ അതേപോലെ തന്നെ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ചോദിച്ചത് ആരോഗ്യകരമായിട്ടുള്ള ഒരു ആയുസ്സിനെയാണ്. ആരോഗ്യമില്ലാത്തൊരായുസ് അതെനിക്ക് വേണ്ട. അതേപോലെ തന്നെ കസിലാനായി പോകുന്ന, ഉദാസീനത ഉണ്ടാകുന്ന, വാർദ്ധക്യ ക്ഷീണം കൊണ്ട് പ്രയാസപ്പെടുന്ന അവശമായ ഒരു പ്രായത്തിലേക്ക്, അതേപോലെ തന്നെ ദുനിയാവിന്റെ കുഴപ്പങ്ങളിൽ നിന്ന്, അതേപോലെ തന്നെ ഖബറിന്റെ കുഴപ്പങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു എന്നതാണ്. ഇവിടെ പ്രായമാകാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർക്ക് അവരെക്കാൾ പ്രായമായ ആളുകളെ ബഹുമാനിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മല്ലം യർഹം സഗീറന വയുഅക്കിർ കബീറന ഫലൈസ മിന്നാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, മല്ലം യർഹം സഗീറന, നമ്മളിൽ ചെറിയ ആളുകളോട് കരുണ കാണിക്കാത്തവൻ, അതേപോലെ തന്നെ വയുഅക്കിർ കബീറന വലിയവരെ ബഹുമാനിക്കാത്തവൻ ഫലൈസ മിന്നാ, അവൻ നമ്മിൽപ്പെട്ടവനല്ല, വിശ്വാസിയല്ല. ഒരു മുസ്ലിമാണോ? അവനേക്കാൾ പ്രായമുള്ള ആളുകൾക്ക് ബഹുമാനം നൽകണം, ആദരവ് നൽകണം, അവരെ പരിഗണിക്കണം. അവൻ ബന്ധപ്പെട്ടവരാണെങ്കിലും അല്ലെങ്കിലും പരിഗണിക്കണം. ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തിയതാ. അവർക്ക് നൽകേണ്ട ബഹുമാനവും ആദരവും അവർക്ക് നൽകണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രമല്ല നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആളുകളോട് അവരോട് കാരുണ്യത്തോടെ, കരുണയോടെ, റഹ്മത്തോടെ അവരോട് പെരുമാറണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇന്ന് പറഞ്ഞതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താണെന്നോ? യുവാക്കളോട് പ്രത്യേകം പ്രവാചകൻ പറഞ്ഞത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ അക്രമ ശാബുൻ ശൈഖൻ ലിസിന്നിഹി ഇല്ലാ ഖയ്യലല്ലാഹു ലഹു മൻ യുക്രിമഹു ഇൻദ സിന്നിഹി എന്നാണ്. ഒരു പ്രായമായ മനുഷ്യനെ, ഒരു യുവാവായ മനുഷ്യൻ ബഹുമാനിക്കുന്നില്ല, ആദരിക്കുന്നില്ല. എങ്ങനെയല്ലാതെ അവന് പ്രായമാകുമ്പോ അവനെ ബഹുമാനിക്കുവാനും അവൻ ആദരിക്കുവാനുമുള്ള ആളുകളെ അള്ളാഹു ഇവിടെ ഉണ്ടാക്കാതെ എന്നാണ്. എനിക്ക് പ്രായമാകുന്ന സാഹചര്യങ്ങളിൽ, എനിക്ക് വയസ്സാകുന്ന സമയത്ത് ബഹുമാനവും ആദരവും ലഭ്യമാകണമെങ്കിൽ തന്റെ ജീവിതത്തിൽ അത് മുതിർന്നവർക്കും അവൻ ബഹുമാനിക്കപ്പെടേണ്ട ആളുകളെയും ബഹുമാനിക്കുന്ന സാഹചര്യം ഉണ്ടാകണം എന്ന് പ്രവാചകൻ. നിങ്ങൾ ദീനിന്റെ കാര്യത്തിൽ നോക്കൂ. ഒരു യാത്രയിൽ, അതേപോലെ തന്നെ നമ്മൾ പള്ളിയിൽ കൂടുമ്പോ എങ്ങനെ സഫ് കെട്ടണം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ പ്രായമായ ആളുകൾ അതിനുശേഷം പ്രായം കുറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളതിൽ സഫ് കെട്ടണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് നൽകേണ്ട ബഹുമാനവും ആദരവും അവിടെ കൂടി അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. കുടുംബത്തിൽ അങ്ങനെയായിരിക്കണം, സമൂഹത്തിൽ പരിഗണിക്കപ്പെടണം. അവർക്ക് പ്രായമായാലും അവർക്ക് പ്രായമായവരാണെങ്കിലും അവരോട് ചോദിക്കാതെ. ഒരു പ്രിയപ്പെട്ട സഹോദരൻ പാലിയേറ്റീവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കടന്നു പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ വേദന അദ്ദേഹം പങ്കുവെക്കുന്നത് എന്താണെന്നറിയോ? അദ്ദേഹത്തിന് 23 വയസ്സ് പ്രായമുള്ള അദ്ദേഹത്തിന്റെ മകൻ ഒരു ബൈക്ക് വാങ്ങിച്ചു. അദ്ദേഹത്തിന്റെ മുഖത്ത് വളരെ പ്രയാസം. അദ്ദേഹത്തോട് ഇരുന്ന് സംസാരിക്കുമ്പോ അദ്ദേഹം പറഞ്ഞ പ്രയാസത്തിന്റെ കാരണം
എന്റെ വീട്ടിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ ബൈക്കാണ്. അദ്ദേഹം പറയുന്നുണ്ട്, എന്താണെന്നറിയോ, എന്റെ മകൻ ഇത്രയും കാലം എന്തെങ്കിലും ഒരു നിസാരമായ കാര്യങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ പോലും ഉപ്പ ഞാൻ വാങ്ങട്ടെ എന്നൊരു പെർമിഷൻ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ അവൻ വാഹനം വാങ്ങിയതിൽ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ അവൻ അത് വാങ്ങുന്നതിന് മുമ്പ് ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പൊട്ടിക്കരയുന്ന രംഗങ്ങൾ പ്രിയപ്പെട്ടവർ ആലോചിക്കുക. പരിഗണിക്കപ്പെടേണ്ടവരെ പരിഗണിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൻസിലിന്നാസ മനാസിലഹും, അൻസിലിന്നാസ മനാസിലഹും. നിങ്ങൾ ആരെയാണോ പരിഗണിക്കേണ്ടത് അവർക്ക് പരിഗണന നൽകണമെന്നാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പ്രായമാണ്, അവശമാണ്, അതേപോലെ തന്നെ രോഗിയാണ്, പ്രയാസങ്ങളുണ്ട്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോ, വീട്ടിലൊരു കാര്യം തീരുമാനിക്കുമ്പോ അവരെ കൂടി പരിഗണിക്കുകയും അവരുടെ അനുവാദം കൂടി ചോദിക്കുകയും അവരുടെ അഭിപ്രായം കൂടി തേടുകയും ചെയ്യുന്ന പരിഗണനയാണ് പ്രായമുള്ള ആളുകൾക്ക്, അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ വീടകങ്ങളിൽ ലഭ്യമാകേണ്ടത്, സമൂഹത്തിൽ ലഭ്യമാകേണ്ടത്. ആ ഒരു തലത്തിലേക്ക് കുടുംബ ബന്ധങ്ങളിൽ മക്കൾ എന്നുള്ള നിലക്ക് അവരെ പരിഗണിക്കുവാൻ നമുക്ക് സാധ്യമാകണം എന്നതാണ്. നിങ്ങൾ ആരാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആരാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു? അത് പരിശുദ്ധ ഇസ്ലാമിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഖലീഫയാണ്. അവരുടെ ജീവിതം നമുക്കറിയാം. വൃദ്ധയായ ഒരു സഹോദരിക്ക് വേണ്ടി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അർദ്ധരാത്രിയിൽ ചെയ്തുകൊണ്ട് തിരിച്ചു വരുന്ന, അതിൽ മത്സരിച്ച ചരിത്രം നമ്മൾ വായിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിഗണനയും അംഗീകാരവുമാണ് അവർക്കവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഉപ്പമാർ, പ്രായമായ ആളുകൾ, നമ്മുടെ ഉമ്മമാർ, അതേപോലെ തന്നെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും പരിഗണിക്കുകയും ചെയ്യേണ്ടവരാണ്. അവരെ പരിഗണിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അതാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അതിന് ഒരു മാതൃകയായി നമ്മുടെ കുടുംബങ്ങൾ മാറണം. നമ്മൾ ഉൾക്കൊള്ളുന്ന സമൂഹം അത്തരത്തിൽ ബഹുമാനവും ആദരവും നൽകേണ്ടവർക്ക്, പരിഗണിക്കേണ്ടവർക്ക് പരിഗണനയും ആദരവും ബഹുമാനവും നൽകുവാൻ അതിന് പ്രാപ്തി വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകണം. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ അങ്ങനെയാണ്. ഇല്ലെങ്കിലോ പ്രായമാകുമ്പോ നമ്മളും അനുഭവിക്കും. ആ സമയമെത്തുമ്പോ തിരിച്ചനുഭവിക്കുന്ന ഒരവസ്ഥ കൂടി അതാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആ ഒരു അർത്ഥത്തിൽ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ച് നമ്മൾ നൽകേണ്ടവർക്ക്, അതിൽ മതവും സഹാബത്ത് മതം നോക്കിയിട്ടില്ല, പ്രായമായ ആളുകളെയാണ് പരിഗണിച്ചത്, മതം നോക്കിയിട്ടില്ല. സാമൂഹിക ക്രമത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. മറ്റു മതസ്ഥരായ ആളുകൾ അവർ നമ്മളെക്കാൾ മോശപ്പെട്ടവരാണ്. അതേപോലെ തന്നെ അവർക്ക് പ്രായമുണ്ടെങ്കിലും പേര് വിളിക്കുന്ന അവസ്ഥകളുണ്ട്. ഇല്ല, അതൊരിക്കലും പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വലം യുഅക്കിർ കബീറന ഫലൈസ മിന്ന. പ്രായമായ ആളുകളെ ബഹുമാനിക്കുന്നില്ലയോ അവൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനല്ല. 5 നേരം നമസ്കരിച്ചാലും അവൻ നോമ്പനുഷ്ഠിച്ചാലും ബാക്കിയുള്ള കർമ്മങ്ങളെല്ലാം അവൻ നിർവഹിച്ചാലും ബഹുമാനവും ആദരവും നൽകേണ്ടവർക്ക് ബഹുമാനവും ആദരവും നൽകുന്നില്ല എങ്കിൽ ഫലൈസ മിന്ന, നമ്മിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞത് പറയാൻ അർഹതയുള്ള അല്ലാഹുവിന്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നും എവിടെയെങ്കിലും മാറ്റങ്ങൾ പ്രവർത്തനങ്ങളിൽ ഉണ്ടാക്കണമെങ്കിൽ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് സംസാരത്തിലും അതേപോലെ തന്നെ ഇടപെടലുകളിലുമൊക്കെ നമ്മളിൽ ഉണ്ടാകണമെന്ന് മാത്രമാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആനിന്റെ പ്രവാചക ചര്യയുടെ അടിസ്ഥാനത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ആ ഒരു അർത്ഥത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുക.